കുട്ടികളെ നമ്മൾ കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബോണ്ട് പാരാമീറ്റേഴ്സ് എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നമുക്ക് 4 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് ടൈം ബോണ്ട് ലെങ്ത്, രണ്ടാമത്തത് ബോണ്ട് ആംഗിൾ, മൂന്നാമത്തത് ബോണ്ട് എനർജി, നാലാമത്തത് ബോണ്ട് ഓർഡർ. ഒരിക്കൽ കൂടെ പറയാം: ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എനർജി ആൻഡ് ബോണ്ട് ഓർഡർ. 4 ടേമുകളെ കുറിച്ച് നമുക്ക് പഠിക്കണം. ആദ്യത്തെ ടേമാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. മിക്ക പരീക്ഷകൾക്കും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബോണ്ട് ലെങ്ത് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഈ ഫിഗർ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ തന്നെ ബോണ്ട് ലെങ്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 2 ആറ്റംസ് ആണ്. ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ സെൻട്രൽ പാർട്ടിൽ നിന്ന് ഞാൻ ഒരു ഡിസ്റ്റൻസ് വരച്ചു, അല്ലെ? അവിടെ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു സാധനം, ഇവിടെ ആർ എ എന്ന് പറയുന്ന ഒരു സാധനം, ഇവിടെ ബി എന്ന് പറയുന്നത്, ഇവിടെ ആർ ബി. ആർ എ ആർ ബി എന്ന് പറഞ്ഞാല് റേഡിയസ് ഓഫ് ആറ്റം വിത്ത് റെസ്പെക്ട് ടു എ. ആർ എ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ആറ്റം വിത്ത് റെസ്പെക്ട് ടു എ. ആർ ബി എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ആറ്റം വിത്ത് റെസ്പെക്ട് ടു ബി. അപ്പൊ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ആർ എ പ്ലസ് ആർ ബി, അല്ലെ? ആർ എയുടെയും ആർ ബിയുടെയും സമ്മാണ് എന്തെന്ന് പറയുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഡിയസ് ഓഫ് ആറ്റം എയുടെയും റേഡിയസ് ഓഫ് ആറ്റം ബിയുടെയും സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണ്ട് ലെങ്ത് എന്ന് പറയും. അപ്പൊ എന്താണ് ബോണ്ട് ലെങ്ത് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റം ഈസ് നോൺ ആസ് എന്താ? ബോണ്ട് ലെങ്ത്. എന്താണ് ബോണ്ട് ലെങ്ത്? ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റം ഈസ് നോൺ ആസ് എന്താ? ബോണ്ട് ലെങ്ത്. ക്ലിയർ ആയല്ലോ? അപ്പൊ പഠിച്ചോണം. വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താ ബോണ്ട് ലെങ്ത്? ഒരിക്കൽ കൂടെ പറയാം: ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റം ഈസ് നോൺ ആസ് എന്താ? ബോണ്ട് ലെങ്ത്. ഈ ഫിഗർ കൂടി നോക്കുക, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാകും. അപ്പൊ രണ്ടാമത്തെ ടേമാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്ന സാധനം. അപ്പൊ ബോണ്ട് ആംഗിൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ വരച്ചിട്ടുണ്ട്. ഇത് വാട്ടർ മോളിക്യൂളാണ്. സെൻട്രൽ ആറ്റം ഓക്സിജൻ, 2 ഹൈഡ്രജൻ ഉണ്ട്, അല്ലെ? അപ്പൊ എന്താണ് ബോണ്ട് ആംഗിൾ എന്ന് ചോദിച്ചാൽ, ഈ 2 ഡിസ്റ്റൻസുകൾക്ക് ഇടയിലുള്ള ഒരിതാണ് എന്തെന്ന് പറയുന്ന ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഈ 2 ഡിസ്റ്റൻസുകൾക്ക് ഇടയിലാണ് എന്ത് വരുന്നത്? ബോണ്ട് ആംഗിൾ വരുന്നത്, അല്ലെ? ആംഗിൾ ബിറ്റ്വീൻ ഓർബിറ്റൽ കണ്ടെയ്നിങ് ഏതാ? ബോണ്ട് പെയർ ഇലക്ട്രോൺ. അതാണ്ട് 2 ബോണ്ട് പെയർ ഇലക്ട്രോണുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്? ബോണ്ട് ആംഗിൾ എന്ന് പറയും. അപ്പൊ എന്താണ് ബോണ്ട് ആംഗിൾ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാതെ? ആംഗിൾ ബിറ്റ്വീൻ ഓർബിറ്റൽ കണ്ടെയ്നിങ് ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ആർ കോൾഡ് എന്താ? ബോണ്ട് ആംഗിൾ. അപ്പൊ വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രിയാണ്. അത് നിങ്ങൾക്ക് കാണാൻ പഠിച്ചു വയ്ക്കുക. ചിലപ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം: വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 104.5 ഡിഗ്രിയാണ്. അതൊന്ന് ഓർത്തു വയ്ക്കണം. ബോണ്ട് ആംഗിൾ എന്താണെന്ന് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും നിങ്ങൾ പഠിച്ചു വെക്കുക. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം: വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 104.5 ഡിഗ്രിയാണ് വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ. ഓക്കെ, ക്ലിയർ ആയല്ലോ? 2 ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്: ബോണ്ട് ലെങ്തും ബോണ്ട് ആംഗിളും. ഓക്കെ, ഇനി മൂന്നാമതാണ് ബോണ്ട് എനർജി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബോണ്ട് എനർജി എന്ന് ചോദിച്ചാൽ, it is the amount of energy, അല്ലെ? എത്ര എമൗണ്ട് ഓഫ് എനർജി ആണ് റിക്വയർഡ്, ആവശ്യമായിട്ടുള്ളത്, to break a 1 mole of a particular type of bond. ഒരു മോഡിലുള്ള പർട്ടിക്കുലർ ടൈപ്പിലുള്ള ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബോണ്ട് എനർജി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? എന്തിനാണ് ബ്രേക്ക് ചെയ്യുന്നത്? 1 മോൾ ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് എന്തെന്ന് പറയുന്നത്? ബോണ്ട് എനർജി എന്ന്. അപ്പൊ എന്താണ് ബോണ്ട് എനർജി എന്ന് ചോദിച്ചാൽ എന്താ പറയാം? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമാണ് കേട്ടോ, ടു ബ്രേക്ക് 1 മോൾ ഓഫ് എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോണ്ട്. അതിനെയാണ് എന്ന് പറയുന്നത്
ബോണ്ട് എനർജി എന്ന് പറയും. അപ്പൊ എന്താണ് ബോണ്ട് എനർജി എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole of a particular type of bond is known as bond energy. അപ്പോൾ 3 ടേംസുകൾ നമ്മൾ പറഞ്ഞു. 4ാമത്തെ ടേമാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. എന്താണ് ബോണ്ട് ഓർഡർ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റം, അല്ലെ? 2 ആറ്റങ്ങൾക്കിടയിലുള്ള നമ്പർ ഓഫ് ബോണ്ടുകളെയാണ് എന്തെന്ന് പറയുന്നത്? ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റംസ് ഈസ് നോൺ ആസ് ബോണ്ട് ഓർഡർ. ഈ ബോണ്ട് ഓർഡർ എന്ന് പറയുന്ന ടേമിനെ കുറിച്ച് നമുക്ക് കുറച്ച് ക്ലാസ്സുകൾ കൂടെ കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ഇപ്പൊ തൽക്കാലം നിങ്ങൾ ബോണ്ട് ഓർഡർ എന്താണെന്ന് ഡെഫിനിഷൻ പഠിക്കുക. എന്താണ് ബോണ്ട് ഓർഡർ എന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ബോണ്ട് ബിറ്റ്വീൻ 2 ആറ്റംസ് ഈസ് നോൺ ആസ് ബോണ്ട് ഓർഡർ. ഇങ്ങനെ 4 ടേംസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആ 4 ടേമുകൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഏതൊക്കെയാണ്? ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എനർജി ആൻഡ് ബോണ്ട് ഓർഡർ. 4 ടേമുകൾ നന്നായിട്ട് പഠിക്കുക. ഈ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. നന്നായിട്ട് പഠിക്കുക. ഒരിക്കൽ കൂടെ പറയാം, എന്താണ് ബോണ്ട് ലെങ്ത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബോണ്ടഡ് ആറ്റം ഈസ് നോൺ ആസ് ബോണ്ട് ലെങ്ത്. വാട്ടറിന്റെ എന്താണ് ബോണ്ട് ഓർഡർ എത്രയാണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ച് ബോണ്ട് ആംഗിൾ എത്രയാണെന്ന് പഠിക്കണം. എത്രയാണ്? 104.5 ഡിഗ്രിയാണ് ഏതിന്റെ? വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇനി നമ്മളൊരു പുതിയൊരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 4 കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസൊണൻസ് സ്ട്രക്ചറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. റെസൊണൻസ് സ്ട്രക്ചർ. റെസൊണൻസ് അടുത്തൊരു ടോപ്പിക്കാണ് റെസൊണൻസ് എന്ന് പറയുന്നത്. എന്താണ് റെസൊണൻസ് എന്ന് ചോദിച്ചാൽ ഫോർ സർട്ടൈൻ മോളിക്യൂൾ a single structure cannot explain all properties എന്ന് പറഞ്ഞു. ഒരു പ്രത്യേക മോളിക്യൂളിന്റെ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് we can draw a number of structure. അതിന്റെ എന്ത് നമ്മൾ വരയ്ക്കുന്നു? അതിന്റെ നമ്പർ ഓഫ് സ്ട്രക്ചറുകൾ വരയ്ക്കുന്നു. അപ്പോൾ ഒരു മോളിക്യൂളിന്റെ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് പറയാൻ സാധിക്കാത്തത് കൊണ്ട് അതിൽ കൂടുതൽ സ്ട്രക്ചറുകൾ വരയ്ക്കുന്നു. അതിന് പറയുന്ന പേര് കനോണിക്കൽ ഫോം എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? കനോണിക്കൽ ഫോം. അപ്പൊ ശ്രദ്ധിക്കണം. അപ്പൊ എന്താണ് റെസൊണൻസ് സ്ട്രക്ചർ എന്ന് ചോദിച്ചാൽ എ സിംഗിൾ മോളിക്യൂൾ cannot explain all properties. A single molecule cannot explain all properties. We can draw a number of structure. Each structure is called canonical form. ആ കാനോണിക്കൽ ഫോമിന്റെ ഹൈബ്രിഡ് ഫോമിന് പറയുന്ന പേരാണ് ഹൈബ്രിഡ് ഫോം. ഓർത്തു വെച്ചോണ്ടേ, ഹൈബ്രിഡ് ഫോമിന് പറയുന്ന പേരാണ് റെസൊണൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഫോർ സർട്ടൈൻ മോളിക്യൂൾ എ സിംഗിൾ സ്ട്രക്ചർ cannot explain all properties. We can draw a number of structure. Each structure is called canonical form. The hybrid form of canonical form is known as resonance. അപ്പൊ ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. എന്താണ് റെസൊണൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ സ്ട്രക്ചർ ഉപയോഗിച്ച് അതിന്റെ എല്ലാ പ്രോപ്പർട്ടീസും പറയാൻ സാധിക്കാത്തത് കൊണ്ട് അതിന്റെ നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സുകൾ നമ്മൾ വരയ്ക്കുന്നു. അതിന് പറയുന്ന പേര് കനോണിക്കൽ ഫോം. കനോണിക്കൽ ഫോം എന്നും ഈ കനോണിക്കൽ ഫോമിന്റെ ഹൈബ്രിഡ് ഫോമിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റെസൊണൻസ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുന്ന പേര്? റെസൊണൻസ്. അപ്പൊ ഒരിക്കൽ കൂടെ പറയാം. ഫോർ സർട്ടൈൻ മോളിക്യൂൾ a single structure cannot explain all properties. We can draw a number of structure. Each structure is called canonical form and the hybrid form is known as resonance. ഒരിക്കൽ കൂടെ പറയാം. For certain molecule a single structure cannot explain all properties. We can draw a number of structure. Each structure, ഓരോ സ്ട്രക്ചറിലും പറയുന്ന പേര് canonical form എന്നും
അതിന്റെ ഹൈബ്രിഡ് ഫോമിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് റെസൊണൻസ് സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് വരച്ചു നോക്കാം. O3 മോളിക്യൂളിന്റെ റെസൊണൻസ് സ്ട്രക്ചർ വരയ്ക്കും. നമുക്കറിയാം O ഡബിൾ ബോണ്ട് O ഇതൊരു സ്ട്രക്ചറാണ്. ഇവിടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 2, 3, 4 ഇലക്ട്രോൺ, ഈ 4ഉം ഈ 2 ബോണ്ടും ഉണ്ടായപ്പോൾ 8. ഇവിടെ എത്ര എണ്ണം മതി? 2. അതുകൊണ്ട് ഈ 2 എണ്ണവും ഈ ഒരു ബോണ്ട് ഉണ്ടായപ്പോൾ 3, ഈ 2 ഇലക്ട്രോൺ ഉണ്ടായപ്പോൾ 8. ഇവിടെ എത്ര എണ്ണം വേണം? 2, 3, 4, 5, 6. അപ്പൊ O3യുടെ ഒരു സ്ട്രക്ചറാണ് ഞാൻ വരച്ചത്. ഇതിന് നമുക്ക് വേറെ രീതിയിലും വരച്ചുകൂടെ? അതെങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കേ. O സിംഗിൾ ബോണ്ടോ ഇവിടെ ഡബിൾ ബോണ്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? 1, 2, 3, 4, 5, 6. ഇവിടെ എത്ര എണ്ണം? 2 തന്നെ. ഇവിടെ എത്ര എണ്ണം? 2, 3, 4. അപ്പൊ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് എല്ലാ പ്രോപ്പർട്ടീസും പറയാൻ പറ്റാത്തതുകൊണ്ട് അതിന്റെ എന്ത് വരച്ചു? നമ്പർ ഓഫ് സ്ട്രക്ചറുകൾ വരച്ചു. ഇപ്പൊ O3 എന്ന് പറയുന്നത് ഈ സ്ട്രക്ചറാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും വരയ്ക്കാം. ഈ 2 എണ്ണത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കനോണിക്കൽ. എന്താണ് പറയുന്ന പേര്? കനോണിക്കൽ. ഇതിന്റെ ഹൈബ്രിഡ് ഫോം അതിന് 3 വരയിടുക. ഈ 3 വരയിട്ടതിന് ശേഷം O സിംഗിൾ ബോണ്ടോ ഇവിടെ എന്ത് ചെയ്യുക? ഡോട്ടഡ് ലൈൻസ് ഇടുക. എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഗികമായിട്ട് മാത്രമേ ബോണ്ട് ഫോം ചെയ്തുള്ളൂ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ഹൈബ്രിഡ് ഫോം. ഈ ഹൈബ്രിഡ് ഫോമാണ് എന്തെന്ന് പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 സ്ട്രക്ചറിന്റെയും കൂടെ എന്താണ്? ഹൈബ്രിഡ് ഫോമാണ് എന്ന് പറയുന്ന ഈ സാധനം. ഇതാണ് എന്തെന്ന് പറയുന്ന റെസൊണൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി 2 ബോണ്ടുകൾ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പാർഷ്യലി മാത്രമേ ബോണ്ട് ആയിട്ടുള്ളൂ. പൂർണ്ണമായിട്ട് ബോണ്ട് ആവണമെങ്കിൽ ഇവിടെ ഒരു വരയിൽ വേണം. ഇവിടെ ഞാൻ ഡോട്ട് ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് അല്ലെ. ഈ 2 എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? കനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. ഈ 2 കനോണിക്കൽ ഫോമിന്റെയും ഹൈബ്രിഡ് ഫോമാണ് എന്തെന്ന് പറയുന്നത്? ഈ സ്ട്രക്ചർ. ഇതാണ് എന്തെന്ന് പറയുന്നത്? റെസൊണൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ? ഫോർ സർട്ടൈൻ മോളിക്യൂൾ എ സിംഗിൾ സ്ട്രക്ചർ കനോട്ട് എക്സ്പ്ലെയിൻ ഓൾ പ്രോപ്പർട്ടി. ഒരു സിംഗിൾ സ്ട്രക്ചർ ഉപയോഗിച്ച് എല്ലാ പ്രോപ്പർട്ടീസും പറയാൻ സാധിക്കാത്തതുകൊണ്ട് വി ക്യാൻ ഡ്രോ നമ്പർ ഓഫ് സ്ട്രക്ചർ. ഇതിന്റെ അടുത്തൊരു സ്ട്രക്ചറും കൂടെ വരച്ചിരിക്കും. ആ ഓരോ സ്ട്രക്ചറിനും പറയുന്ന പേരെന്താണ്? ഇതിന് 2നും പറയുന്ന പേര് കനോണിക്കൽ ഫോം എന്നും ഈ 2 എണ്ണത്തിന്റെയും കൂടെ ഹൈബ്രിഡ് ഫോമിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത്. ഇത് പഠിച്ചോളണം. ഏതിന്റെ സ്ട്രക്ചറാണ് നമ്മൾ വരച്ചിട്ടുള്ളത്? O3യുടെ റെസൊണൻസ് സ്ട്രക്ചറാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയും വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം, തെറ്റില്ല. ഈ 2 എണ്ണത്തിനും കൂടെ പറയുന്ന പേര് കനോണിക്കൽ. ഇതിന്റെ ഹൈബ്രിഡ് ഫോമാണ് ഏതെന്ന് പറയുന്നത്? റെസൊണൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞാൽ? എ സർട്ടൈൻ മോളിക്യൂൾ എ സിംഗിൾ സ്ട്രക്ചർ cannot explain all properties. We can draw a number of structure. Each structure is called a canonical form and hybrid form is known as the resonance. ക്ലിയർ ആയല്ലോ? അപ്പൊ നന്നായിട്ട് നോക്കുക. റെസൊണൻസ് എന്താണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്ര ആലോചിച്ച് വയ്ക്കും. ഒരു മോളിക്യൂളിന്റെ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് എല്ലാ പ്രോപ്പർട്ടീസും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിന്റെ നമ്പർ ഓഫ് സ്ട്രക്ചറുകൾ വരയ്ക്കുന്നു. ആ നമ്പർ ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്ന പേര് കനോണിക്കൽ എന്നും അതിന്റെ ഹൈബ്രിഡ് ഫോമാണ് എന്തെന്ന് പറയുന്നത്? റെസൊണൻസ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. 2 ടോപ്പിക്കാണ് നമ്മൾ പറഞ്ഞത്. ബോണ്ട് പാരാമീറ്റേഴ്സ്, അതിനകത്ത് 4 ടേമുകളുണ്ട്. ബോണ്ട് ലെങ്ത്, ബോണ്ട് ആംഗിൾ, ബോണ്ട് എനർജി ആൻഡ് ബോണ്ട് ഓർഡർ. പിന്നെ നമ്മൾ പറഞ്ഞ റെസൊണൻസിനെ കുറിച്ചാണ്. അതിന്റെ എക്സാമ്പിൾസ് എല്ലാം നമ്മൾ ചെയ്തു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ, താങ്ക് യു.